ഓയൂർ സെന്റ് തോമസ് ഇടവയുടെ വികാരിയായിരിക്കുന്ന ജോഷച്ചൻ ഇന്ന് നമ്മുടെ ഈ 2025 ഓയൂർ സെന്റ് തോമസ് കൺവെൻഷന്റെ മുഖ്യ പ്രസംഗനായി ഇവിടെ കടന്നു വന്നിട്ടുള്ള സാം മാത്യു, പ്രിയപ്പെട്ട ഇടവ ജനങ്ങളെ, ഈ ഓയൂർ കൺവെൻഷനെ വന്ന് സംബന്ധിക്കാൻ അച്ഛൻ എന്നോട് ആവശ്യപ്പെട്ടു. അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെയൊക്കെ പണ്ട് മുതലെയൊക്കെ മുഖപരിചയമുള്ള ആകിയാലും അടുത്ത ചെങ്കുള്ള ഇടവയുടെ വികാരി ആയതുകൊണ്ട് അച്ഛൻ പറഞ്ഞപ്പോൾ അത് നിരസിക്കാൻ പറ്റില്ല. മരുതാപ്പള്ളി ഇടവ, ഊയൂർ ഇടവ, ചെങ്കുള ഇടവ ഒക്കെ അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്ന അനുഭവങ്ങളിലാണല്ലോ അവരുടെ ആധ്യാത്മിക ജീവിതം നയിക്കുന്നു. ഈ 2025 ജനുവരി ആദ്യത്തെ ആഴ്ച നമുക്ക് വചനം കേൾക്കുവാൻ ദൈവം തന്നിരിക്കുന്ന വലിയ അവസരം. ഈ വചനം കേൾവി പൊന്നിനേക്കാളും തങ്കത്തെക്കാളും നല്ലതാണ്. ധ്യാനം വീഞ്ഞും ഉണ്ടായതിനേക്കാൾ അധികം സന്തോഷം ആ വചനം എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നുവെന്നൊക്കെ പറയുമ്പോൾ ഈ വചനം സത്യമാണെന്നാണ് എൻ്റെ അർത്ഥം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പറയുന്ന വചനം നിങ്ങൾ അറിയും, വചനം നിങ്ങളെ, ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പക്ഷെ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കാണുന്നത് ഈ വചനം സത്യമല്ല എന്ന് പ്രചരിപ്പിക്കുന്ന, നമ്മളെ സംശയിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഈ വചനത്തെക്കാളും മേൽത്തരമായ അനുഭവങ്ങൾ ഈ ലോകത്തുണ്ട് എന്നൊക്കെ വിളിച്ചറിയിക്കുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ധാരാളം. ഇങ്ങനെയൊക്കെയുള്ള സാധ്യത ഈ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് നമ്മളെ കാരണമാക്കി തീർക്കും. ഈ വചന കേൾവി നമ്മൾ ക്രമീകരിക്കുന്നത് ഈ സത്യത്തിൽ ഉറപ്പുള്ളവരായിട്ട് തീരാൻ വേണ്ടി. അതുകൊണ്ട് ഈ സത്യം, ഈ 2-3 ദിവസത്തെ വചന കേൾവി ഈ സത്യത്തിൽ ബലപ്പെടുന്നതിന് നമുക്ക് കാരണമായിട്ട് എല്ലാം നീങ്ങിപ്പോകുമെന്ന് പറഞ്ഞതാണ്. എന്നാലും ഈ വചനം ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. മാറ്റമില്ലാത്ത വചനം, നിലനിൽക്കുന്ന വചനം, അത് എന്നേക്ക് നിലനിൽക്കും എന്ന തിരുവചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഈ ലോകപ്രകാരമുള്ള പല സംഭവങ്ങളും നമ്മുടെ സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കും. ലോകപ്രകാരമുള്ള അനുഭവങ്ങളൊന്നും നമ്മുടെ ഒരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഈ വചനം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, സത്യം അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടതായിട്ട്, ആ സത്യമാണ് നമ്മെ നിലനിർത്തുന്നത്. നമ്മെ നിരാശപ്പെടുത്തുന്ന അനേക അനുഭവങ്ങൾ ഉണ്ടായാലും ഈ വചനത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഈ വചന കേൾവിയൊക്കെ ക്രമീകരിച്ചത്. ഇന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന വാക്യം 1 കൊരിന്ത്യർ 4-ാം അധ്യായം, അവിടെ 4:20, 1 കൊരിന്ത്യർ 4:20 പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാവും. വചനത്തിലല്ല ശക്തിയിലത്രയാവും. ഈ സത്യം അറിഞ്ഞിട്ട്, ഈ വചനം അറിഞ്ഞിട്ട്, വചനം ഗ്രഹിച്ചിട്ട് ശക്തിയില്ലാതെ ജീവിക്കുന്ന അനേകരുണ്ട്. അങ്ങനെയുള്ളവരാണ് ഈ മറ്റ് ഉപദേശങ്ങൾക്കൊക്കെ വഴിപ്പെട്ടു പോകുന്നത്, സംശയത്തിനൊക്കെ വഴിപ്പെട്ടു. സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ പ്രേരണകൾക്കും സ്വാധീനങ്ങൾക്കും വഴിപ്പെട്ടു പോകുന്നത് ഈ ദൈവവചനം അതിന്റെ ശക്തിയിൽ അനുഭവിക്കാൻ സാധിക്കാതെ. അന്ത്യകാലത്ത് ഉണ്ടാകുന്ന ലക്ഷണത്തെക്കുറിച്ച് തിമോഥെയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നത്, 1-ാം ലേഖനത്തിൽ പറയുന്ന അന്ത്യകാലത്ത് ശക്തി ത്യജിക്കുന്നവർ ധാരാളം ഉണ്ടാകും. 2 തിമോഥെയോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത് അന്ത്യകാലത്ത്, 2 തിമോഥെയോസ് 3-ന്റെ അന്ത്യകാലത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ ശക്തി ത്യജിക്കുന്നവർ ധാരാളം ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ ഈ വചനം അതിന്റെ ശക്തിയിൽ അനുഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വചന കേൾവി ക്രമീകരിച്ചത്. ശക്തി നഷ്ടപ്പെട്ടവരായിട്ട് പോകരുത്. 1 കൊരിന്ത്യർ നമ്മൾ 4-ൽ ഇവിടെ ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്ര എന്നൊക്കെ പറയുമ്പോൾ അവിടെ പറയുന്നത്, 4-ാം വാക്യത്തിൽ പറയുന്നത്, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന വരികയും. കുറ്റത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലെങ്കിലും ഞാൻ നീതിമാനെന്ന വരികയില്ല.
അല്ലേ? എനിക്ക് എൻ്റെ കുറ്റത്തെക്കുറിച്ച് ബോധമില്ല, എൻ്റെ ഇടജനങ്ങളുടെ കുറ്റത്തെക്കുറിച്ച് ബോധം എന്നും പറഞ്ഞ് ഞാൻ നീതിമാനാണോന്ന് ഇല്ല. ചില ഇടവജനങ്ങൾക്ക് അവരുടെ കുറ്റത്തെക്കുറിച്ച് ബോധമില്ല, അച്ഛൻ്റെ കുറ്റത്തെക്കുറിച്ച് ബോധമില്ല. അതുകൊണ്ട് അവർ നീതിമാന്മാരാണെന്ന് വരികയും ചില അമ്മായിയമ്മയ്ക്ക് മരുമകളുടെ കുറ്റത്തെക്കുറിച്ച് ബോധം, അമ്മായിയമ്മയുടെ കുറ്റത്തെക്കുറിച്ച്. ചില മരുമകൾക്ക് അമ്മായിയമ്മയുടെ കുറ്റത്തെ കുറിച്ച് ബോധമുള്ളൂ, മരുമകളുടെ കുറ്റത്തെക്കുറിച്ച്. ഇങ്ങനെയുള്ള മനുഷ്യന് ധാരാളം അവരുടെ കുറ്റത്തെക്കുറിച്ച് ബോധമില്ല, മറ്റൊരാളുടെ കുറ്റത്തെക്കുറിച്ച്. അപ്പം നമ്മുടെ കുറ്റത്തെക്കുറിച്ച് ബോധം വരണമെങ്കിൽ എന്താ വേണമെന്ന് പറയുന്നത്? ശക്തി വേണം. എന്താ വേണം? അതാണ് 1 Corinthians 4 പറയുന്നത്. നമ്മുടെ കുറ്റത്തെക്കുറിച്ച് ബോധം വരണമെങ്കിൽ ശക്തി വേണം. പിന്നെ പറയുന്നു 7-ാം വാക്യത്തിൽ പറയുന്നു, ചിലർ പെട്ടെന്ന് അങ്ങ് തൃപ്തരാകും. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോഴേ ചിലർക്ക് തൃപ്തിയാവും, ഇനി നാളെ ഒന്നും വരും. അത് ഈ ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. നമുക്ക് അവിടെ പറയുന്നുണ്ട് 7-8 വാക്യങ്ങൾ, പെട്ടെന്ന് അങ്ങ് തൃപ്തരാകും, ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. എല്ലാ ആഴ്ചയും എന്തോന്നാ പള്ളിയിൽ പോകുന്നത്, കുർബാന പോകുന്നത്, മാസത്തിൽ ഒരിക്കലൊക്കെ പോയാൽ മതി. അത് പെട്ടെന്ന് തൃപ്തരാകുന്ന അനുഭവം. അങ്ങനെ തൃപ്തരാകരുത്. ദൈവവചനത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ തൃപ്തരാകും. എപ്പോഴും ഇരുന്ന് വായിക്കണം, പഠിക്കണം, കേൾക്കാനുള്ള അവസരമെല്ലാം ഉപയോഗിക്കണം. അങ്ങനെയുള്ളവരെ ശക്തിയാവുള്ളവരാണ്. പിന്നെ പറയുന്നു 16-ാം വാക്യത്തിൽ 1 Corinthians 4:16 പറയുന്നു, അനുകരിക്കാൻ ഒരു മാതൃക വെച്ചേച്ച് പോകും. അനുകരിക്കാൻ മാതൃക വെച്ചേച്ച് പോകാൻ സാധിക്കുന്ന ഒരു ശക്തിയുള്ളൂ. മക്കൾക്കൊരു മാതൃക വെച്ചേച്ച് പോകണം, തലമുറയ്ക്കൊരു മാതൃക വെച്ചേച്ച് പോകണം, ദേശത്തിനൊരു മാതൃക വെച്ചേച്ച് പോകണം. ആ ശക്തിയുള്ളവർക്കേ പറ്റുള്ളൂ. അപ്പോൾ ഈ വചനം അതിൻ്റെ ശക്തിയിലാണെന്ന് പറയുമ്പോൾ ആ ശക്തിയിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കുറ്റത്തെക്കുറിച്ച് ആദ്യം ബോധം ഉണ്ടാകണം. മറ്റുള്ളവരുടെ കുറ്റത്തെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ കുറ്റത്തെക്കുറിച്ച് പെട്ടെന്ന് തൃപ്തരാകരുത്. എല്ലാം തികഞ്ഞു എന്ന് ഒരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ ശക്തി പോരെന്നല്ല. മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ അനുകരിക്കാൻ ഒരു മാതൃക വെച്ചേച്ച് പോകണം. അതുകൊണ്ട് നമ്മുടെ വചന കേൾവി അതിനിടയാകട്ടെ. ഇത് സത്യമാണ്. ഈ സത്യത്തെ തുടച്ചു നീക്കാൻ പല ശക്തികൾ, സമ്മർദ്ദങ്ങൾ, സ്വാധീനങ്ങൾ നമ്മുടെ ചുറ്റിലും ഉണ്ടാവും. എങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ നമ്മുടെ കൺവെൻഷൻ യോഗങ്ങളിലൂടെ ഈ 2025 സെന്റ് തോമസ് ഇടവകയുടെ കൺവെൻഷൻ യോഗങ്ങളിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇങ്ങനെ നേതൃത്വം നൽകുവാൻ ദൈവം ഒരവസരം ബഹുമാനപ്പെട്ട വികാരി അച്ഛനിലൂടെ എനിക്ക് തന്നതിലൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ തുടർന്നുള്ള മീറ്റിങ്ങുകൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന വാക്കുകളിലൂടെ ഇവക്കും